റാണി ഇത് ആടെ എല്ലാവർക്കും കൊടുക്കുന്നേ കൊടുക്കുമോളെ നിങ്ങൾ പോലെ അതെപ്പാ എല്ലായിടത്തും ഞാൻ തന്നെ എത്തണമെന്ന് വെച്ചാൽ എന്താക്കല്. ചന്ദ്ര ബാബു ഈ നാരങ്ങളും കുടിക്ക്, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഒരു ചന്ദ്ര അഞ്ഞിപ്പോ പോകുന്നുണ്ടോ? സതി കാസെടുക്ക. എനിക്ക് കുറച്ചും കൂടി സമയം തരണം. കളിക്കല്ലേ, മര്യാദയ്ക്ക് പോയി കാശ് എടുത്തിട്ട് വന്നേ. നീ 2 മാസത്തെ പലിശ തന്നിട്ടില്ല. ഓളെ കുഞ്ഞിന്റെ ചികിത്സാ ചെലവ് നടത്തുന്നതിനെ നാട്ടുകാർ സഹായിച്ചിട്ടാണ്. ഈ സമയത്ത് ഓളെ ബുദ്ധിമുട്ടിച്ച് കാശ് വാങ്ങുന്നത് അത് കുറച്ച് കടന്ന കൈ തന്നെപ്പാ. ഇതൊക്കെ നിങ്ങൾ ബട്ടിനോട് പോയി പറയൂ. ഇല്ലല്ലോ, എനക്ക് ശമ്പളം തരുന്നതേ പ്രസിഡന്റ് അല്ല, ബട്ടാണ്. ദേ മര്യാദയ്ക്ക് പോയി കാശ് എടുത്തോണ്ട് വാ, ഇല്ലെങ്കിൽ ബട്ടിങ്ങോട്ട് വരും. അത് വേണോ? വേണ്ട ഭാസ്കര, ആ തെയ്യം നടത്തിയതിന്റെ ബാക്കി കാശ് ബാക്കി കണക്ക് നോക്കിയില്ല. അത് വയ്യ നോക്കാൻ. ആദ്യം ഇത് നടന്നു. പ്രസിഡന്റ് അത് മുഴുവൻ വേണം. കൊടുക്കൂ പ്രസിഡന്റ്. കൊണ്ടു നിന്റെ പട്ടിന്. പ്രസിഡന്റ്, ഓ നമ്മള് പറഞ്ഞില്ലേ ബാങ്കിന്റെ ആൾക്കാര്, ഇത് മാനേജർ കൃഷ്ണകുമാർ സാർ. രാഘവ, നിന്റെ പട്ടിനോട് പോയി പറയ്, ഇനി ഇതേപോലെ പലിശ കിലിശ എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്താൻ പറ്റൂല. നമ്മുടെ നാട്ടിൽ പുതിയ ബാങ്ക് വരികയാണ്, അതിലുള്ള ആൾക്കാരാണ് ഇവര്. ബാങ്ക് പ്രശ്നമല്ലുണ്ടോ പ്രസിഡന്റ്? ഇതൊക്കെ കാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്ന. അവിടെ ഇനി നിങ്ങൾ വേണം ഈ നാട്ടിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ. അപ്പൊ എന്നാ ബാങ്കിന്റെ ഉദ്ഘാടനം? തിങ്കളാഴ്ചയാണ്. എല്ലാം ഒന്ന് സെറ്റിലായിട്ട് ഞാൻ എല്ലാവരും വിളിക്കാൻ വരുന്നുണ്ട്. ഞങ്ങൾ അറിഞ്ഞാൽ മതി, അത് ഈ നാട്ടുകാർ മൊത്തം അറിയും. അന്നേ ദിവസം എല്ലാവരും അവിടെ ഉണ്ടാവും. ബാങ്ക് നിങ്ങളാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിലും അതിനിപ്പോ നാട്ടുകാരുടെ കൂടെ ബാങ്ക് ആണല്ലോ. സാറേ, വിഷ്ണു എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ടാണ്. എന്ന് വെച്ച് ഈ ഉടുപ്പി ഗ്രാമീൺ ബാങ്കിൻ്റെ ബോർഡ് പോലും ഞാൻ കണ്ടിട്ടില്ല. ഈ ബേടകം എന്ന സ്ഥലം എവിടാന്ന് പോലും എനിക്ക് അറിയത്തുമില്ല. ഈ ബേടകം കാസർഗോഡ് സിറ്റിയിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരമുള്ളൊരു ഗ്രാമം അല്ലടോ. ആദ്യം നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നീ എന്നോട് പറ. നീ ഇവിടെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് കഴിഞ്ഞ് ഞാൻ പറയാം. ഹലോ. ഹലോ, ഞാൻ ലക്ഷ്മി. പേരെന്താണ്? വിഷ്ണു. ആ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? അവരെന്തോ സാധനം മേടിക്കാൻ പുറത്തു പോയതാ, ഇപ്പൊ വരും. ഫോംസും ലീഫ്ലെറ്റ്സും പിന്നെ ക്യാഷ് സ്ലിപ്പും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. ഓക്കെ സാർ, അതൊക്കെ ഞാൻ ചെയ്തേക്കാം. വിഷ്ണു, ഓക്കെ ഓക്കെ ഓക്കെ. കാഷ്യർ കൃഷ്ണകുമാർ, ബ്രാഞ്ച് മാനേജറാണ്. വിഷ്ണു ഇതിനു മുമ്പ് ഏത് ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്? ഇതിന്റെ അകത്ത് പോസ്റ്റിംഗ് സാർ. ഓ, ഫസ്റ്റ് ആണല്ലേ? അപ്പോൾ എല്ലാവരുടെയും ഫസ്റ്റ് ബാങ്ക് എക്സ്പീരിയൻസ് ആണല്ലേ? അതെ സാർ. ഓക്കെ. അപ്പോഴേ ഉദ്ഘാടനത്തിന് നാട്ടുകാർ വരുമ്പോൾ നമ്മൾ വളരെ മാന്യമായിട്ട് വേണം പെരുമാറാൻ. ഇത് അവരുടെ ബാങ്ക് ആണെന്നുള്ളൊരു ഫീൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ ബാങ്കിന്റെ വളർച്ച ഇരിക്കുന്നത്. ഓക്കെ. വിഷ്ണു, നമ്മുടെ ഈ ചെക്ക് ബുക്സ് എത്ര ഉണ്ടായിരുന്നു? നോക്കണം സാർ. കൗണ്ട് ഒന്ന് എടുക്കണേ. ഓക്കെ, ശരി. സാർ, ഈ വിഡ്രോവൽ സ്ലിപ്പ് അങ്ങോട്ട് വെക്കട്ടെ? വിഡ്രോവൽ സ്ലിപ്പ് അങ്ങോട്ട് വെച്ചോളൂ. ഒരു പെനും കൂടെ വെച്ചോളേ. ഓക്കെ. നമ്മുടെ ഹെഡ് ഓഫീസിൽ വന്ന ബോക്സിൽ CDs ഉണ്ടല്ലോ. CD യോ? ഏത് പടത്തിന്റെ? ഞാൻ ആ പെട്ടിയിൽ പേപ്പർ മാത്രമല്ലേ കണ്ടുള്ളൂ. MP3 ആണോ സാർ? CDs എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്. നമ്മളിവിടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കില്ലേ, നമ്മളതിനൊരു രസീത് കൊടുക്കുമല്ലോ, അതാണ് CDs. റഹീം പേരിന് പോലും ബാങ്കിലൊന്നും കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പറയരുത് സാർ. ബാങ്കിങ് പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ. ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ തരാട്ടാ. സാറേ, ഈ ചായം കടി മേടിക്കുന്നത് ഞാനിതൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോന്നേ? ചാക്കോ, നമ്മൾ ചായക്കടയാണ് നടത്തുന്നതിന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് ബാങ്കാണല്ലോ, അതും പോയി. അപ്പൊ നമ്മളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. നാട്ടുകാരൊക്കെ വന്നു കൂടുന്നു. പ്രസിഡന്റ് ഇപ്പൊ വരും. നിങ്ങളൊന്ന് റഷ് കേട്ടോ പ്ലീസ്. പ്ലീസ്. ശരി സാർ. കേട്ടോ? ഓക്കെ.
കാശും നമ്മുടെ ലീവ് ആ മൂലക്കിലേക്ക് അടുപ്പിച്ചു. ചാക്കോ ഇതൊക്കെ എപ്പോഴാണോ കൊണ്ടിടുന്നത്? ഇതിങ്ങനെ ഊതിക്കൊണ്ടിരിക്കാതെ പെട്ടെന്ന് തോക്ക്. മിസ്റ്റർ കൃഷ്ണകുമാർ, ഇതുപോലൊരു പരിപാടി നടക്കുമ്പോ പോലീസ് സ്റ്റേഷനിൽ ഇവരെ അറിയിക്കണം അറിഞ്ഞൂടെ? അത് സാർ തിരക്കിനിടയിൽ വിട്ടുപോയായിരുന്നു. എത്ര തിരക്കാണേലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോകാൻ പാടുണ്ടോ കൃഷ്ണകുമാരെ? സാർ എൻ്റെ പേരെങ്ങനെ? തന്റെ മാത്രമല്ല, ചാക്കോ, റഹീം, ലക്ഷ്മി, വിഷ്ണു എല്ലാരെയും എനിക്കറിയാം. പോലീസിലല്ലട പണി. എന്ന് വെച്ചാൽ നിങ്ങളാരും ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഈ നാടും നാട്ടുകാരും എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാ. അതുകൊണ്ടല്ലേ നിങ്ങൾ വിളിച്ചാലും ഇല്ലെങ്കിലും ഞാനിങ്ങോട്ട് വന്നേ. നമ്മുടെ നാട്ടിലെ ആയുധ ബാങ്കല്ലേ. എന്താ ഗോപി, പ്രസിഡന്റ് എത്തിയില്ലേ? വന്നിനെ, ഞാൻ വിളിക്കാം. ആ, എന്നാ പിന്നെ താമസിക്കണ്ട, തുടങ്ങുമല്ലേ? ആ തുടങ്ങാം സാർ. വിഷ്ണു നമസ്കാരം പ്രസിഡന്റ്. എല്ലാരും ആദ്യമൊക്കെ വിളിക്കുന്നു. വാ, തുടങ്ങാനായി. വാ. നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ബാങ്ക് കത്ത് കൊടുത്തേ. വിഷ്ണു സാറേ, സാറോ മാനേജറൊക്കെ ആകാൻ വേണ്ടി എത്ര വർഷം പണിയെടുക്കേണ്ടി വരും സാറേ? മാനേജറോ? ആ, 2 വർഷം കൊണ്ടായവരും ഉണ്ട്, 10 വർഷം എടുത്തിട്ട് ഒന്നും ആവാത്തവരും ഉണ്ട്. അതെന്നെ കണക്കാ സാറേ. കണക്കല്ല ചാക്കോ, ആ, കഴിവുണ്ടെങ്കിൽ അധികം സമയമൊന്നും വേണ്ട. ആണോ? എനിക്കൊക്കെ 1 കൊല്ലം മതിയോ? ചാക്കൊക്കെ ഒരു 10 കൊല്ലെങ്കിലും വേണ്ടി വരും. അയ്യോ ചാക്കോ, പച്ചവെള്ളത്തിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സോപ്പിട്ടിട്ടാണെങ്കിൽ അങ്ങനെ. ഏതാ ചാക്കോന്റെ ഇഷ്ടം? കഴുകിത്തരും. ഏതാ വേണ്ടത്? ഞാൻ വൈകിയില്ലല്ലോ. ദേ ബ്രോക്കറേജ്. ആ, ആശ്വാസമായി. ഫുഡ് എത്തി. നിങ്ങൾ ഇറങ്ങിക്കാണോന്ന് സംശയിച്ചു. ഇല്ലേ ചേച്ചി, സമയാവുന്നല്ലേ ഉള്ളൂ. എങ്കി വാ, കഴിക്കാം. ആ ആയിക്കോട്ടെ, എന്നാ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. അതെ അതെ, ഇതുണ്ടാക്കി വെച്ച് പോയിച്ചാ മതി. കഴുകിത്തരം ചാക്കോ, ആദ്യം വയറ്റിലോട്ട് വല്ലതും കയറട്ടെ. വാ വാ, വാ. എന്റെ പൊന്നു റഹീം, ഇതൊക്കെ മൊത്തം തെറ്റാണല്ലോ. ഇതൊന്നും കറക്റ്റ് ഇല്ല. കറക്റ്റാ. 9 × 9 18. എന്താ ചാക്കോ, ചായ കൊണ്ടുവരാൻ വലിയ താമസമാണല്ലോ. നിങ്ങൾക്കൊക്കെ അല്ലേ ഇവിടെ പണിയില്ലാത്തുള്ളൂ, എനിക്ക് അങ്ങനെയല്ല. എന്നാ സാറേ, ഒരു 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണോ? അല്ല, അളിയന്റെ SBI അക്കൗണ്ടിലേക്കാ. കാശ് എന്തായാലും ഉണ്ട്. കാസർഗോഡ് വരെ പോയി ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാ. തോട്ടത്തിൽ പണിക്കാരുണ്ട്. ഓ, വേറെ ബാങ്കാണല്ലേ. ഒരു കാര്യം ചെയ്യും, ഞാനൊന്ന് സാറിനോട് ചോദിച്ചിട്ട് പറയാം. ഇപ്പോൾ വരും കേട്ടോ. ഓ, നമുക്ക് തന്നെ IFSC കോഡ് ആയിട്ടില്ലല്ലോ. അപ്പോൾ അത് ഹെഡ് ഓഫീസിൽ നിന്ന് NEFT ചെയ്യേണ്ടി വരും. ഒരു 48 hours എടുക്കും. ക്യാഷ് വാങ്ങിച്ചോ? ഓക്കെ സാർ. മാഡം, എനിക്ക് എക്സാം ഫീസ് അടയ്ക്കണമായിരുന്നു. ആ, DD ആയിട്ടാണോ? അതെ. 1 മിനിറ്റ്. ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. ശരി. ഹലോ കൃഷ്ണ വിജയ്, ആ സാർ, എങ്ങനെ പോകുന്നു അവിടുത്തെ കാര്യങ്ങൾ? ഗോയിങ് ഗുഡ് സാർ. സാർ, നമുക്ക് റിസർവ് ക്യാഷ് വളരെ കുറവാണ്. നമുക്ക് അത്യാവശ്യം ലോൺ എൻക്വയറീസും വരുന്നുണ്ട്. ഏത് ബാങ്കിലാണ് കൃഷ്ണമറെ ലോൺ പറയുമ്പോൾ തന്നെ എടുത്തു കൊടുത്തിട്ടുള്ളത്? ലോണിന്റെ പേരും പറഞ്ഞ് ഓരോരോ ബാങ്കുകൾ എത്ര ആൾക്കാർ അങ്ങോട്ടും കൊണ്ട് നടത്തിക്കാറുണ്ട്. നമ്മളും അതുപോലെ തന്നെ ഒരു ബാങ്കാണ്. നമ്മുടെ ഓരോ ആപ്ലിക്കേഷനും ഉണ്ടാവുന്ന പ്രോസസ്സിംഗ് ചാർജുകൾ, നമ്മുടെ ഡെപ്പോസിറ്റ് ആയിട്ട് തിരിക്കേണ്ട നോംസ് അറിയില്ലേ കൃഷ്ണകുമാറിന്? സാർ, എന്നാലും നമുക്ക് കുറച്ച് റിസർവ് ക്യാഷ് ഹോൾഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു സാർ. കൃഷ്ണകുമാർ, ഡെപ്പോസിറ്റ് പിടിച്ച ഫണ്ട് ഉണ്ടാക്കേണ്ടത്, അല്ലാതെ ബാങ്കിൽ കുത്തിയിരുന്ന മാത്രം പോരാ. യു ഹാവ് ടു ബി ഇൻ ദ ഫീൽഡ്. മനസ്സിലായോ കൃഷ്ണകുമാർ? വൺസ് അഗൈൻ ഐ ആം റിമൈൻഡിങ് യു, യു ആർ ഓൺലി ഓൺ പ്രൊബേഷൻ ഫോർ 6 months. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും വെദർ എ ജോബ് ഈസ് ഗോയിങ് ടു ബി പെർമനന്റ് ഓർ നോട്ട്. ശരി സാർ. சின்ன தூங்கிட்டேன். தூங்கிட்டா. என்னாச்சு, ஒரு மாதிரியா இருக்கீங்க? ബാക്കിയുള്ള ഒറ്റ സ്റ്റാഫിനും ബാങ്കിങ് എക്സ്പീരിയൻസ് ഇല്ല. എല്ലാം പുതിയ ആൾക്കാരാ. உங்களுக்கு எக்ஸ்பீரியன்ஸ் இருக்குல்ல? சேலம் ஆஃபீஸ் மேனேஜ் பண்ணதே நீங்க தானே, அப்புறம் எதுக்கு டென்ஷன்? அழகி, அது வந்து ஃபினான்ஸ் கம்பெனி, இது வந்து பேங்க். ரெஸ்பான்சிபிலிட்டி எல்லாமே ரொம்ப ஜாஸ்தியாக இருக்கும். இப்பணியறையத்தவமாരെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമോ എന്തോ. சொல்லி கொடுங்க எல்லாருக்கும். ஹெட் ஆஃபீஸ்ல இருந்து ஏதோ காசு வரும்னு சொன்னீங்கல்ல, வந்துச்சா? ഇല്ല, നാളെ വരുമായിരിക്കും.
കാഷ്യർ ആരാ? ഞാനാ. ഫുൾ ക്യാഷ് എണ്ണി നോക്കിയിട്ട് സൈൻ ചെയ്ത് തരണം. മാനേജറുടെ സൈനും വേണം. ഓക്കെ. ഹെഡ് ഓഫീസിലേക്കുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡി അല്ലേ? എനിക്ക് സീൽ ചെയ്ത് വേഗം കൊടുത്തു വിട്ടു. ശരി സാർ. എത്രയുണ്ട് വിഷ്ണു? സാർ 1 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. 1 ലക്ഷോ? ആ. അത്രേ ഉള്ളൂ? സാർ ഇതിലൊരു സൈൻ വേണം.